വെൽക്കം ടു സാറാസ് കലിനറി എസ്കേപ്സ്. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന ഒരു ഈവനിങ് സ്നാക്സ് ആണ്. പഴംപൊരി അല്ലെങ്കിൽ ഏത്തക്കാപ്പം എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാമെങ്കിലും എൻ്റെ രീതി എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. 1.5 കപ്പ് മൈദ, ഇച്ചിരി ബാറ്റർ കൂടിയാലും കുഴപ്പമില്ല. 1.5 കപ്പ് മൈദ നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. അതിനുശേഷം 2 ടേബിൾ സ്പൂണ് അരിപ്പൊടി, പത്തിരിക്കുള്ള അരിപ്പൊടി അതെടുത്താൽ മതി. ബാറ്റർ ഇച്ചിരി കൂടിയാലും കുറയാൻ പാടില്ല, കാര്യം പിന്നെ നമുക്കൊരു ബുദ്ധിമുട്ടായി തീരും. ഇനി 1/4 ടീസ്പൂണ് ഉപ്പ് ചേർത്തിട്ടുണ്ട്, 1/4 ടീസ്പൂൺ. 1 ടീസ്പൂണ് കടലമാവ് ചേർത്തിട്ടുണ്ട്. അത് ഓപ്ഷനിലാണ്, പക്ഷെ നല്ല ടേസ്റ്റാണ്. ഒരു വെറൈറ്റി ടേസ്റ്റ് വരും, നല്ല സോഫ്റ്റും ആയിരിക്കും. 2 ടീസ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. 1/4 ടീസ്പൂണ് മഞ്ഞളും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം നമുക്ക് മിക്സ് ചെയ്യാം. പഴം ഞാനിവിടെ എടുത്തേക്കുന്ന 3 പഴമാണ്. അത്യാവശ്യം വലിപ്പമുള്ള പഴമാണ്. ഇനി മിക്സ് ചെയ്യാൻ ഇനി വെള്ളം ഞാൻ 1 കപ്പ് വെള്ളം ഇവിടെ എടുത്തിട്ടുണ്ട്. മിക്സ് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് പിന്നെ ആവശ്യത്തിന് ഒഴിച്ചാൽ മാത്രം മതിയാവും. കുറേശ്ശെ ഈ പരുവത്തിൽ നമ്മൾ ലാസ്റ്റ് നമ്മുടെ ബാറ്റർ റെഡിയാക്കണം. 1 കപ്പ് വെള്ളം മതിയാവും. ഇവിടെ നമുക്ക് പഴം എങ്ങനെയാണ് അതിൻ്റെ കട്ട് ചെയ്യുന്നതിൻ്റെ സൈസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാനിവിടെ ചെറുതായിട്ടാണ് കട്ട് ചെയ്യുന്നത്. ചെറിയ പഴംപൊരിയാണ്, അതായിരിക്കും നല്ല ടേസ്റ്റും ആയിരിക്കും. പിന്നെ നമുക്ക് കുറച്ച് എണ്ണയെ ആവശ്യം വരത്തുള്ളൂ. ഒരു പഴം 2ആയിട്ട് മുറിച്ചിട്ട് ഒരു പോർഷൻ ഞാൻ 3ആയിട്ട് മുറിച്ചിട്ടുണ്ട്. അങ്ങനെ 3ആയിട്ട് മുറിക്കുക. അങ്ങനെ നമ്മുടെ ബാക്കിയുള്ള പഴങ്ങളും അങ്ങനെ മുറിച്ചെടുക്കാം നമുക്ക്. എണ്ണയൊക്കെ ഒഴിച്ച് റെഡി ആയിട്ടുണ്ട്. ഇനി എണ്ണ ചൂടായിട്ടുണ്ടോ എന്ന് നോക്കാം, അത് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഒരു ശകലം ബാറ്റർ അതിനകത്ത് ഒഴിച്ച് നോക്കണം. കണ്ടോ, പെട്ടെന്ന് തന്നെ അത് പൊങ്ങി വരുന്നുണ്ട്, അതിനർത്ഥം എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് പഴം ബാറ്ററിൽ മുക്കിയിട്ട് ഇതിലേക്ക് ഇടാം. നന്നായി മുക്കിയിട്ട് വേണം ഇടാൻ. ഇപ്പം നല്ല തീ നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കണം, എന്നാലേ അത് പെട്ടെന്ന് മുരിയത്തുള്ളൂ. അപ്പോൾ ഇത് ചെറുതായിട്ട് മുറിച്ചതിൻ്റെ ഗുണം നമുക്ക് കുറച്ച് എണ്ണയാവത്തുള്ളൂ. അത് നമ്മൾ എണ്ണ സേവ് ചെയ്യാനുള്ള നല്ലൊരു ചോയ്സാണ്. മറിച്ച് നോക്കണം, കരിയാതെ എണ്ണയിൽ മുങ്ങി കിടക്കണം. നോക്കണം, കരിയാതെ നോക്കണം. മെല്ലെ അതൊന്ന് മറിച്ചിടാം. അപ്പോൾ നോക്കി തന്നെ അപ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും, നല്ല ക്രിസ്പി ആയിട്ടാണ് ഈ സാധനം നമുക്ക് കിട്ടുന്നത്. ഇതിനകത്ത് നമ്മളൊരു തുള്ളി സോഡയോ ഒന്നും ചേർത്തിട്ടില്ല, അതിൻ്റെ ആവശ്യമില്ല. കാര്യം ഇതിൻ്റെ സോഡയൊന്നും ചേർക്കാതെ തന്നെ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. നമ്മൾ അരിപ്പൊടി ചേർത്തിട്ടുള്ളതും കാരണം നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. നമ്മൾ മാക്സിമം സോഡയൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്യുക. നിങ്ങൾ നോക്കാം, നല്ല മുരിഞ്ഞ നല്ല മാധവം, നല്ല സോഫ്റ്റ്, നല്ല അടിപൊളി പഴംപൊരി നമ്മുടെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇവിടെ നമ്മുടെ പഴംപൊരിയും കട്ടൻ ചായയും റെഡിയാണ്. നല്ല സൂപ്പർ ടേസ്റ്റാണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇതേ അളവിൽ അങ്ങ് ചെയ്താൽ മതിയാവും. എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്ത് എന്നെ സഹായിക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്.